ചേർന്നുള്ള കാലിത്തൊഴുത്തിൽ കീറ്റശീലയിൽ പിറന്നു വീഴേണ്ടി വന്നവനാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന മനുഷ്യൻ. പ്രിയമുള്ളവരെ, ദൈവത്തിന് മക തലയായിക്കുവാൻ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു പിടി മണ്ണ് പോലും സ്വന്തമായി സമ്പാദിക്കാൻ കഴിയാത്തൊരു മനുഷ്യൻ, സ്വന്തം തലയ്ക്ക് കരം കൊടുക്കുവാൻ ഒരു റോമൻ നാണയത്തൊട്ട് പോലും സ്വന്തം കീശയിൽ കരുതുവാൻ കഴിയാതെ പോയൊരു മനുഷ്യൻ. ഓർക്കണമേ, 150 വർഷം വരെ മനുഷ്യർക്ക് ജീവിച്ചിരിക്കുവാൻ ആയുസുള്ള കാലത്ത് വെറും 33.5 വയസ്സ് മാത്രമുള്ള കൊച്ചായുസ് കൊണ്ട് ജീവിതം ജീവിച്ച അവസാനിപ്പിച്ചൊരു മനുഷ്യൻ. പ്രിയമുള്ളവരെ, 150 കിലോമീറ്റർ മാത്രം വീതിയുള്ള ഇസ്രായേൽ രാജ്യത്തിന്റെ പുറം ലോകം ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്തൊരു മനുഷ്യൻ. പ്രിയമുള്ളവരെ, ഒരു പാഠശാലയുടെയും ഒരു ഗുരുക്കന്മാരുടെയും പാദപീഠത്തിൽ നിന്ന് വിദ്യ അഭ്യസിക്കുവാൻ കഴിയാത്ത വിദ്യാഭീനനായ ഒരു മനുഷ്യൻ. പ്രിയമുള്ളവരെ, ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിലും ഒരു ഭാവിയെ പോലെ 33 തിരുവയസ്സിൽ മനുഷ്യരാൽ പീഡിപ്പിക്കപ്പെട്ട് ഒരു ഭാവിയെ പോലെ ശാപഗ്രസ്തന്മാരുടെയും അടിമകളുടെയും നികൃഷ്ടന്മാരുടെയും മാത്രം ജീവിതത്തിൽ സംഭവിക്കുന്ന മരക്കുരിശിലെ യാതനയേറിയ മരണം ജീവിതത്തിൽ ഏറ്റെടുത്ത ആകാശത്തിനും ഭൂമിക്കും നടുവിൽ ജീവൻ പിടഞ്ഞ എന്നേക്കുമായി മരിച്ചൊരു മനുഷ്യൻ. അതാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു എന്ന് സുവിശേഷത്തെ വിമർശിക്കുന്ന പലരും പരിഹാസത്തോടുകൂടി പ്രസ്താവിക്കാറുണ്ട്. പ്രിയമുള്ളവരെ, അലക്സാണ്ടറിന്റെയും സോക്രട്ടീസിന്റെയും ശലോമോന്റെ എല്ലാം പൈതൃകങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന പശ്ചിമേഷ്യയുടെ പച്ചമണ്ണിൽ കൂടി കാഴ്ചവെട്ടി നടന്ന ക്രിസ്തുവിന് അവരെക്കാൾ എന്തു മഹത്വമെന്ന് ചിലപ്പോഴൊക്കെ ക്രിസ്തു വിരോധികൾ വിമർശനാത്മകമായി ചോദിക്കാറുണ്ട്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഗ്രീക്ക് തത്വസംഹിതയുടെ ചക്രവർത്തിമാരായ ലോകം മുഴുവൻ ശിഷ്യന്മാരെ വാർത്തെടുത്ത ലോകീയ ഗുരുക്കന്മാരായ സോക്രട്ടീസിന് മുമ്പിൽ സ്കൂളിന്റെ പടി വരാതെ കാണാത്ത, ഒരു ഗുരുവിന്റെയും പാദപീഠത്തിൽ നിന്ന് പഠിച്ചിട്ടില്ലാത്ത, ആരുടെയും ശിഷ്യത്വം ഏറ്റെടുത്തിട്ടില്ലാത്ത നസ്രത്തുകാരൻ എന്ത് പ്രസക്തി എന്ന് വിമർശകന്മാർ ചോദിക്കാറുണ്ട്. ശലോമോനെ പോലെയുള്ള കൊടീശ്വരന്മാരെ ചക്രവർത്തിമാർ ജീവിച്ചതായ മണ്ണിൽ റോമൻ ഒരു സ്വന്തം തലയ്ക്ക് കരം കൊടുക്കുവാൻ ഒരു റോമൻ നാണയത്തൊട്ട് പോലും കീശയിൽ കരുതാൻ കഴിയാത്ത യേശുവിന് എന്ത് പ്രസക്തി എന്ന് ചിലർ ചോദിച്ചിട്ടുണ്ട്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ലോകത്തിന്റെ 5 വൻകരകളെയും പടവാളുകൾ കൊണ്ട് വെട്ടിപ്പിടിച്ച് പടയോട്ടം നടത്തി ലോകത്തെ മൊത്തം ഉടവാളുകൾ കൊണ്ട് വെട്ടിപ്പിടിച്ച് ലോകം മൊത്തം സ്വന്തം കാഴ്ചവട്ടിൽ പിടിച്ചടക്കി ലോകത്തിലെ മഹാനായി മാറിയ അലക്സാണ്ടർ ചക്രവർത്തിക്ക് മുമ്പിൽ 150 കിലോമീറ്റർ മാത്രം വീതിയുള്ള ഇസ്രായേൽ രാജ്യത്തിന്റെ പുറം ലോകത്തൊരിക്കലും യാത്ര ചെയ്യാത്ത ക്രിസ്തുവിന് എന്തു പ്രസക്തി എന്ന് വിമർശകന്മാർ ചോദിക്കാറുണ്ട്. എന്നാൽ ഇന്ന് പകൽവേളയിൽ ഞാൻ നിങ്ങളുടെ മനസാക്ഷിയെ തൊട്ട് ചോദിക്കുന്നു, ആ സോക്രട്ടീസിനെ നിങ്ങൾക്കറിയാമോ? ആ ശലോമോനെ നിങ്ങൾക്കറിയാമോ? ലോകം മൊത്തം വെട്ടിപ്പിടിച്ച അലക്സാണ്ടർ ചക്രവർത്തിയെ നിങ്ങൾക്കറിയാമോ? അവരെല്ലാം ചരിത്രത്തിന്റെ ചവിട്ടുകൊട്ടയിൽ എന്നേക്കുമായി വലിച്ചെറിയപ്പെട്ടപ്പോൾ കഴിഞ്ഞ 2024 വർഷങ്ങളായി ലോകത്തിൽ പ്രസംഗിക്കപ്പെടുന്ന, ലോകത്തിൽ ഉയർത്തപ്പെടുന്ന, ലോകത്തിൽ വിശ്വസിക്കപ്പെടുന്ന, ലോകം ആരാധിക്കുന്ന ഒരേ ഒരു ചരിത്ര പുരുഷനുണ്ടെങ്കിൽ അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന നസ്രയനായ യേശു ക്രിസ്തുവത്രേ എന്ന അഭിമാനത്തോടെ ഞങ്ങൾക്ക് പ്രസ്താവിപ്പാൻ ഈ പകൽ ആത്മാഭിമാനമുണ്ട്. പ്രിയമുള്ളവരെ, യേശുവിന് ഈ ഭൂമിയിൽ അധികാലം ജീവിച്ചിരിക്കുവാൻ അവസരം ലോകം നൽകിയില്ല. വെറും 3.5 വർഷം മാത്രമാണ് യേശു തന്റെ ഐഹിക ശുശ്രൂഷ ഈ ഭൂതലത്തിൽ ചെയ്യുവാനിടയായത്. ഓർക്കുക, 3.5 വർഷം മാത്രം, വെറും 3.5 വർഷം മാത്രം യേശു പ്രസംഗിച്ചു. 3.5 വർഷം മാത്രം യേശു തന്റെ ആതുര ശുശ്രൂഷകൾ നിർവഹിച്ചു. 3.5 വർഷം മാത്രം യേശു തന്റെ ഐഹികമായ പ്രവർത്തികൾ ഈ ലോകത്തിൽ നിവർത്തിക്കുവാനിടയായി. പക്ഷേ ഓർക്കുക, കഴിഞ്ഞ 2024 വർഷം കഴിഞ്ഞിട്ടും അവന്റെ ശുശ്രൂഷയെ മായ്ച്ചു കളയുവാൻ, അതിനെ മറക്കുവാൻ, അതിനെ വിസ്മരിക്കുവാൻ ഉലകത്തിന് കഴിയുന്നില്ല. ലോകം ഇന്നും വിളിച്ചു പറയുന്നു, യേശുവേ, നീയാണ് എന്റെ കർത്താവ്, നീയാണ് എന്റെ രക്ഷകൻ എന്ന് പറയത്തക്ക നിലയിൽ അവന്റെ വ്യക്തിപ്രഭാവം അത്രയും മഹത്വകരമേറിയതായിരുന്നു. പ്രിയമുള്ളവരെ, കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് 1-2 വാക്കുകൾ പറയുന്നതിന് അഭിമാനമുണ്ട്. യേശുക്രിസ്തു ഒരു മാന്ത്രികനല്ല, യേശുക്രിസ്തു ഒരു മജീഷ്യനല്ല. യേശുക്രിസ്തു എന്ന വ്യക്തിപ്രഭാവം ലോകത്തിൽ മറ്റാരേക്കാളും ഉന്നതമായ നിലവാരത്തിലേക്ക് അവനെ നാം ഉയർത്തപ്പെടാനുള്ള കാരണം എന്താ? അവനൊരു വൈദ്യനല്ല, പക്ഷേ അവന്റെ പേർ കേൾക്കുമ്പോൾ, അവന്റെ കരം സ്പർശിക്കുമ്പോൾ രോഗികൾ സൗഖ്യമാകുമായിരുന്നു. അവനെ തൊടുന്നവർ സൗഖ്യമാകുമായിരുന്നു. അവൻ തൊടുന്നവർ സൗഖ്യമാകുമായിരുന്നു. യേശു ഒരു വൈദ്യനല്ലായിരുന്നു.
യേശു ഒരു ഡോക്ടറല്ല, പക്ഷേ അവൻ വിളിച്ചാൽ മരിച്ചവൻ ജീവൻ പ്രാപിച്ച് ഉയർത്തെഴുന്നേറ്റ് വരുമായിരുന്നു. അവൻ മജീഷ്യനല്ല, പക്ഷേ അവൻ നോക്കിയാൽ പച്ചവെള്ളം വീഞ്ഞായി മാറുമായിരുന്നു. പ്രിയമുള്ളവരെ, യേശു ഒരു മന്ത്രവാദിയായിരുന്നില്ല, പക്ഷേ അവന്റെ നാമം ഉച്ചരിക്കുമ്പോൾ ഭൂതഗ്രസ്തരുടെ ഭൂതങ്ങൾ അലറിക്കൊണ്ട് മനുഷ്യരെ വിട്ടുമാറുമായിരുന്നു. യേശുക്രിസ്തുവിനെ ഈ കാലത്ത് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് മാറാരോഗികൾ, തീരാവ്യാധിക്കാർ, ഭൂതഗ്രസ്തർ, മാനസിക രോഗികൾ, സമനില തെറ്റിയ ആയിരക്കണക്കിന് മനുഷ്യർ യേശുക്രിസ്തുവിന്റെ സ്പർശനത്തിലൂടെ സൗഖ്യം പ്രാപിച്ചത് ലോകചരിത്രത്തിൽ മറക്കാൻ കഴിയാത്ത ഒരു വസ്തുതയാണ്. പ്രിയമുള്ളവരെ, ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ കർത്താവായ യേശുക്രിസ്തുവിന്റെ വ്യക്തിപ്രഭാവത്തെ കുറിച്ച് ചില വാക്കുകൾ നിങ്ങളുമായിട്ട് അത് ഉദ്ധരിക്കുവാൻ ഞങ്ങൾക്ക് ഈ സന്ധ്യാവേളയിൽ ഹൃദയത്തിൽ ആഴമേറിയ താല്പര്യമുണ്ട്, ആഗ്രഹമുണ്ട്. ഈ കർത്താവായ യേശുക്രിസ്തുവിന്റെ ചരിത്രം വെറും 3.5 വർഷം കൊണ്ട് അവസാനിക്കുന്നെങ്കിലും ഓർത്തു നോക്കണമേ, കഴിഞ്ഞ 380 സംവത്സരങ്ങളായി നീണ്ട 380 വർഷങ്ങൾ കൊണ്ട് പടുത്തുയർത്തിയ ഒരു സാമ്രാജ്യം ഉണ്ടായിരുന്നു. അതാണ് റോമ സാമ്രാജ്യം. ആ സാമ്രാജ്യത്തിന്റെ ഏകചക്രാധിപതിയുടെ പേര് കൈസർ എന്നായിരുന്നു. ആ കൈസർ 350 വർഷം കൊണ്ട് പടുത്തുയർത്തിയ ഒരു വലിയ സിംഹാസനമുണ്ട്, ലോകത്തിന്റെ കർത്താവിന്റെ സിംഹാസനം. കൈസർ അല്ലാതെ ഞങ്ങൾക്കൊരു കർത്താവില്ല എന്ന് ലോകത്തിലെ ഓരോ റോമൻ പൗരനും പ്രഭാതത്തിൽ ഉണരുമ്പോൾ അവന്റെ ഹൃദയത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തുകൊണ്ടാണ് തന്റെ ചുവടുകൾ വയ്ക്കുന്നത്. കൈസർ അല്ലാതെ ഞങ്ങൾക്കൊരു കർത്താവില്ലെന്ന് 350 വർഷക്കാലം ഏറ്റുപറഞ്ഞ ലോകത്തിൽ വെറും 3.5 വർഷക്കാലത്തെ യേശുക്രിസ്തുവിന്റെ പ്രഭാഷണം കഴിഞ്ഞപ്പോൾ, അവന്റെ ശുശ്രൂഷ കഴിഞ്ഞപ്പോൾ കൈസറുടെ സിംഹാസനം ഇടിഞ്ഞു വീണു. ലോകം ഒരുപോലെ ഏറ്റുപറഞ്ഞു, കൈസറല്ല, യേശുക്രിസ്തുവത്രേ യഥാർത്ഥ കർത്താവെന്ന് ഏറ്റുപറയുവാനിടയായി. പ്രിയമുള്ളവരെ, ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യേശുവിനെ കാൽവറിയിൽ ക്രൂശിച്ചു, അവനെ കല്ലറയിൽ അടക്കി. പക്ഷെ എല്ലാ കല്ലറകളും അടഞ്ഞു കിടക്കുമ്പോൾ അവന്റെ കല്ലറ മാത്രം തട്ടി തകർത്തുകൊണ്ട് യേശു 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് വരുവാനിടയായി. ഉലക ചരിത്രത്തിലെ മുഴുവൻ മഹാന്മാരും ലോകചരിത്രത്തിന്റെ ചവിട്ടുകൊട്ടയിൽ വിസ്മരിക്കപ്പെടുമ്പോൾ ഇന്നും ലോകത്തിന്റെ 5 വൻകരകളും ഒരുപോലെ ഏറ്റുപാടുന്ന ഒരു നാമമുണ്ടെങ്കിൽ അത് യേശുക്രിസ്തുവിന്റെ നാമമാണ്. പ്രിയമുള്ളവരെ, അവന് വേണ്ടി മരിക്കുവാൻ മനുഷ്യർ മുൻപോട്ട് സന്നദ്ധരായി വന്നതുപോലെ വേറെ ആർക്കു വേണ്ടിയും ഇവിടെ ആരും മരിക്കുവാൻ സന്നദ്ധരല്ല. ഓർക്കണമേ, ദൈവത്തിന് മഹത്വം. അവൻ രാജാവല്ല, അവനൊരു രാജ്യം സ്ഥാപിച്ചിട്ടില്ല, പക്ഷേ ലോകം അവനെ രാജാവെന്ന് വിളിക്കുവാനിടയായി. പ്രിയമുള്ളവരെ, ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അവനൊരു സൈന്യമില്ല, പക്ഷേ അവനെതിരെ ഇവിടെ പല രാജ്യങ്ങളും യുദ്ധങ്ങൾ ചെയ്യുവാനിടയായി. നിങ്ങൾക്കറിയാമോ, നെപ്പോളിയനും ബോണപ്പാർട്ടും ഒക്കെ ഉലകത്തിൽ പടുത്തുയർത്തിയ ആ സാമ്രാജ്യങ്ങളെല്ലാം തകർത്ത് തരിപ്പണമായി മാറിയപ്പോൾ ഇന്നും തകരാത്തൊരു സാമ്രാജ്യമുണ്ട്, യേശുക്രിസ്തു സ്ഥാപിച്ച സ്നേഹത്തിന്റെ സാമ്രാജ്യം. പ്രിയമുള്ളവരെ, ഒരു നിമിഷം ഞങ്ങൾ പ്രസംഗിക്കുന്നത് ഈ മനുഷ്യനെ കുറിച്ചാണ്. അത് സുവിശേഷം ഒരു മതമല്ല, സുവിശേഷം ഒരു മനുഷ്യനാണ്. ഒരു നിമിഷം ഒന്ന് ചിന്തിക്കൂ, ഇവനൊരു സാധാരണ മനുഷ്യനാണോ? ഇവൻ വെറും ഒരു സാധാരണ മനുഷ്യനാണോ? അല്ല. അവനൊരു സാധാരണ മനുഷ്യനാണെങ്കിൽ അവന്റെ കല്ലറ മാത്രം എന്ത് തുറന്നു കിടക്കുന്നു? അവൻ സാധാരണ മനുഷ്യനാണെങ്കിൽ എന്തുകൊണ്ട് ലോകം മൊത്തം അവനെ കുറിച്ച് പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നു? അവനൊരു സാധാരണ മനുഷ്യനാണെങ്കിൽ എന്തുകൊണ്ട് അവന് വേണ്ടി മനുഷ്യൻ മരിക്കുവാൻ സന്നദ്ധരായി മുൻപോട്ട് കടന്നു വരുന്നു? കഴിഞ്ഞ 2024 വർഷമായി ഈ യേശുവിനെ കുറിച്ച് ലോകം മുഴുവൻ വാഴ്ത്തിപ്പാടുന്നു, ഇതെല്ലാം വിളിച്ചറിയിക്കുന്നു. അവനൊരു സാധാരണ മനുഷ്യനല്ല, അവനൊരു സാധാരണ മനുഷ്യനല്ല. പിന്നെ ആരാണ് ഈ മനുഷ്യൻ? ഉത്തരം വളരെ വ്യക്തമായി ബൈബിൾ വ്യക്തമായി വിളിച്ചു പറയുന്നു. ദൈവം മനുഷ്യനായി മണ്ണിലേക്ക് ഇറങ്ങി വന്നവനാണ് ഞങ്ങൾ ഉയർത്തി പ്രസംഗിക്കുന്ന ക്രിസ്തുവേശു. യേശു വെറും ഒരു മനുഷ്യനല്ല, യേശു വെറും ഒരു മനുഷ്യനല്ല. പിന്നെയോ ആകാശവും ഭൂമിയും സർവചരാചരത്തെ സൃഷ്ടിച്ച സർവേശ്വരനായ ദൈവത്തിന്റെ മനുഷ്യാവതാരമത്രേ ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുക്രിസ്തു. ദൈവം മനുഷ്യനായി മാറിയവൻ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യേശുക്രിസ്തുവിന്റെ ജീവിതം പഠിച്ചാൽ, അവന്റെ ജീവചരിത്രം പഠിച്ചാൽ നമുക്ക് ആ സത്യം വളരെ വ്യക്തമായി കാണുവാൻ കഴിയും. ദൈവവും മനുഷ്യനും ഒരുമിച്ച് സമ്മേളിക്കുന്ന മനോഹരമായ ഒരു വ്യക്തിപ്രഭാവമാണ് ഞങ്ങൾ ഇന്നിവിടെ ഉയർത്തുന്ന നസറേയനായ യേശു. ദൈവം മനുഷ്യനായി മാറിയവൻ. അവൻ ദൈവമാണ്, അതേ സമയത്ത് അവൻ സമ്പൂർണ്ണ മനുഷ്യനാണ്. ദൈവത്വവും മനുഷ്യത്വവും ഒരുമിച്ച് സമ്മേളിക്കുന്ന ഒരു ദൈവമർമ്മമാണ്
കർത്താവായ യേശു ക്രിസ്തു. തെളിവ് ഞാൻ ചൂണ്ടിക്കാണിക്കാം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ചരിത്രം പരിശോധിച്ചാൽ അവൻ, ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ, വിശന്നവനായി കാട്ടത്തി മരത്തിന്മേൽ അരികിൽ വന്നിട്ടവൻ ആ മരത്തിൽ പഴം അന്വേഷിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. വിശക്കുന്ന ഒരു മനുഷ്യനെ കാണാം, എന്നാൽ അതിൽ പഴം കാണായികയാൽ ഇനി ഒരിക്കലും നിന്നിൽ ഫലമുണ്ടാകാതെ പോകട്ടെ എന്ന് അവൻ ഒരു വാക്കു കൽപ്പിച്ചപ്പോൾ ആ തീ വേരോടെ ഉണങ്ങി മാറി എന്ന് പുസ്തകത്തിൽ വായിക്കുന്നു. ഗലീല കടലിൽ കൂടി സഞ്ചരിക്കുന്ന സമയത്ത് അവൻ ആ കടലിൽ ഒഴുകുന്ന പടകിന്റെ അമലത്ത് തലവെച്ചുറങ്ങുന്നത് പുസ്തകത്തിൽ കാണാം. ഉറങ്ങുന്ന മനുഷ്യനെയാണ് നമ്മൾ ക്രിസ്തുവിൽ കാണുന്നത്. എന്നാൽ കാറ്റും കോളും ഇളകി മറിഞ്ഞ്